നിലവിലുള്ള മൂഴിക്കുളം ക്യാമ്പസിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഇത് 1200 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യർക്കുള്ളൊരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയിലാണ് മൂഴിക്കുളം ശാല ജൈവ ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. ഇത് 2 ഏക്കർ 40 സെൻറ്റിൽ 52 വീടുകളുണ്ട്. 23 നാലുകെട്ടുകളും 29 ഒറ്റമുറി വീടുകളും. നാലുകെട്ടുകളൊക്കെ 5 സെൻറ്റിലാണ്, ഒറ്റമുറി വീടുകളൊക്കെ 1 സെൻറ്റിലാണ്. ഇത് ലാറി ബക്കർ മോഡൽ നിർമ്മാണ രീതിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിയുന്നത്ര പ്രകൃതി വിഭവങ്ങൾ കുറച്ച് എങ്ങനെ ലളിതമായി മനോഹരമായൊരു വീടുണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ മൂഴിക്കുളം ശാല വിഭാവനം ചെയ്യുന്ന മതിൽക്കെട്ടുകളില്ലാത്ത ഒരു ലോകത്തെയാണ്. അതുകൊണ്ട് 52 വീടുകൾക്ക് 52 മതിൽക്കെട്ടിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ 52 മതിൽക്കെട്ടുകളുമില്ല. മതിൽക്കെട്ടുകളില്ലാത്ത ഒരു ക്യാമ്പസാണ്. മൊത്തത്തിൽ കോമ്പൗണ്ടിന് ഒരു വാളുണ്ടായിരുന്നു. പിന്നെ റോഡുകളൊക്കെ മൺപാതകളാണ്. പെയ്യുന്ന മഴവെള്ളത്തെ മുഴുവൻ മണ്ണിലേക്ക് ആണ്ടിറക്കി ഭൂഗർഭജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് 365 ദിവസം നമ്മുടെ കിണറിൽ സമൃദ്ധമായിട്ട് വെള്ളമുണ്ട്. പിന്നെ കരിയില കത്തിക്കാറില്ല. അത് ഓരോ മരത്തിൻ്റെ ചുവട്ടിൽ വളമാക്കി അത് ജൈവ വളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മണ്ണിൻ്റെ ഘടനയെ മാറ്റുക, മണ്ണിനെ ജൈവ മണ്ണാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുക്കള വേസ്റ്റ് മുഴുവൻ കമ്പോസ്റ്റാക്കി മാറ്റുന്നുണ്ട്. പിന്നെ രാസവളം, കീടനാശിനി, കളനാശിനി ഇവിടെ ഉപയോഗിക്കാറില്ല. നിറയെ മരങ്ങളുണ്ട്. ആ മരങ്ങളൊക്കെ ഒരു ചരിത്ര മനുഷ്യന്മാരുടെ പേരുകളിൽ ഒരു സ്മൃതി മരങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ വെച്ചത്. ചരിത്രത്തെ മാറ്റിമറിച്ച എല്ലാ മനുഷ്യർക്കും ഇവിടെ കഴിയുന്നത്ര മനുഷ്യർക്ക് ഇടം കൊടുത്തിട്ടുണ്ട്. ഇനി കുറേ മരങ്ങൾക്ക് കൂടി പേര് ഇടാനുണ്ട്. പിന്നെ അപ്സ്റ്റെയറുകൾ ഒരു വീടിനും ഇല്ല. അതായത് ചാലക്കുടി പുഴയിൽ നിന്ന് വരുന്ന കാറ്റ് എല്ലാവർക്കും തുല്യമായി കിട്ടണം എന്നുള്ളതുകൊണ്ട് അപ്സ്റ്റെയറുകൾ നമ്മൾ അനുവദിച്ചിട്ടില്ല. പക്ഷേ 2018 പ്രളയം, 19 പ്രളയം, 24 പ്രളയം, പിന്നെ ഓരോ വർഷവും റെഡ് അലർട്ട് വരുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ഇതിന് ഒരു അപ്സ്റ്റെയർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നിപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ക്യാമ്പസ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ പ്രളയമോ ഒന്നുമില്ല. അന്ന് ഏറ്റവും ആകർഷണമായ ഒരു സ്ഥലമായിരുന്നു. 2018 ശേഷം റീസെയിൽ വാലി പോവുകയും സ്ഥലത്തിൻ്റെ വില കുറയുകയും കെട്ടിടത്തിൻ്റെ വില കുറയുകയും ഒരു അരക്ഷിതാവസ്ഥ ഇവിടെ നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട്, ചില ആൾക്കാർ വിട്ടുപോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷേ മതിയായ വിലയ്ക്ക് ഈ സ്ഥലം ഏറ്റെടുക്കാൻ ആൾക്കാരില്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പം അങ്ങനെ ഒരു ക്രൈസിസ്, ഒരു അരക്ഷിതാവസ്ഥ മൂഴിക്കുളം ശാലയിലുണ്ട്. പിന്നെ ഇതിലൊക്കെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഴിക്കുളം ശാലയുടെ പടിപ്പുരയ്ക്ക് വാതിലുകളില്ല എന്നുള്ളതാണ്. CCTV ക്യാമറയില്ല, വാച്ച്മാനോ ഗേറ്റ്മാനോ അവിടെ ഇല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മൂഴിക്കുളം ശാലയിൽ കടന്നു വരാം. 24 മണിക്കൂറും ഓപ്പണാണ്. അതാണ് എനിക്ക് തോന്നുന്നു മൂഴിക്കുളം ശാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണെന്നാണ്. ഇക്കാലത്ത് CCTV ഇല്ലാത്ത, വാതിലുകളില്ലാത്ത, ഗേറ്റ്മാൻ ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ അത് ഇവിടെ 11 മുതൽ 14 വർഷമായിട്ട് ഇവിടെ യാതൊരു പ്രശ്നങ്ങളും, ലോ ആൻഡ് ഓർഡർ പ്രശ്നമോ ഒന്നുമില്ലാതെ ആ സംവിധാനത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇത് മൂഴിക്കുളം ശാല ലോകത്തിന് നൽകുന്ന വലിയ ഒരു സന്ദേശമാണ്. ഒരു കേരളത്തിൽ ഇപ്പോൾ 2018 ശേഷം റീബിൽഡ് കേരളയ്ക്ക് ഏറ്റവും ഉദാത്തമായൊരു മാതൃകയായിട്ട് സർക്കാരിന് ഏറ്റെടുക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംവിധാനം ചെയ്യാം. പക്ഷേ ചെയ്യില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ ഭൂമിയെ റിസ്റ്റോർ ചെയ്യാൻ, അതിപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന 2021 മുതൽ 2030 വരെ എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ ഡെക്കേഡായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ 10 വർഷത്തിനുള്ളിൽ ഭൂമിയുടെ ഒരു വീണ്ടെടുപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, വളരെ കഠിനമായി ഉത്സാഹിച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പം ഇന്നത്തെ ക്ഷണക്കത്തിന് പോലും ഭൂമിക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ഷണക്കത്ത് എന്നുള്ള രീതിയിലാണ് ഈ വാർഷികം കാക്കപ്പൂവ് ഇവിടെ ആഘോഷിക്കുന്നത് തന്നെ. നമ്മളെല്ലാം ഈ പ്രകൃതിയെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ നമ്മൾ എല്ലാ കാര്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രകൃതിയെ നമ്മുടെ നിത്യജീവിതത്തിൽ, ശരീരത്തിൽ, മനസ്സിൽ ഒക്കെ എങ്ങനെ സന്നിവേശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൃക്ഷസമാനമായൊരു ജീവിതത്തിന് സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചില അന്വേഷണങ്ങളിലാണ് ഇപ്പോൾ മൂഴിക്കുളം ശാല നിൽക്കുന്നത്. ഒരു പ്രത്യേക ചോദ്യം ചോദിക്കാനുള്ളത്, ഇവിടെ പറയുന്ന മിനിമലിസം, CCTV ഒന്നുമില്ലാത്ത, മതിലുകളില്ലാത്ത ലോകം, പക്ഷേ
ഇതിനെ സമീപിക്കുമ്പോൾ, ഈ സങ്കല്പത്തെ സമീപിക്കുമ്പോൾ ലോകം ഇതിന് വിപരീതമായ ദിശയിലാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്പരമുള്ള സംശയങ്ങൾ, ആപൽഭീതികൾ, പിന്നെ മാക്സിമം ലോക്കൽ അല്ലാതിരിക്കുക, ഇൻ്റർനാഷണൽ പ്ലണ്ടറേജ് എന്നുള്ള ലെവലിലേക്ക് മാറിയേക്കാണ്. മാക്സിമത്തിൽ കൺസ്യൂം ചെയ്യുക. ആ ഒരു ഭീകരമായ വികസനം എന്ന് പറയുന്ന ഒഴുക്കിൻ്റെ ഒരു എതിർദിശയിലുള്ള ഈ ഒഴുക്കിനെ മാഷ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? അതിന് ഒരു സ്പേസ് കേരളത്തിലല്ല, ലോകത്തിലെല്ലായിടത്തും ഈ കോർപ്പറേറ്റ് വൽക്കരണത്തെ, മാർക്കറ്റ് വൽക്കരണത്തെ പ്രതിരോധിക്കുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, കമ്മ്യൂണിറ്റികൾ ലോകം മുഴുവനുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ളൊരു നെറ്റ്വർക്ക് ഇല്ലായ്മ പ്രശ്നമുണ്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരിവിടെ ഉണ്ട്. ഇപ്പോൾ ഈ നമുക്ക് സമകാലികമായിട്ട് ഈ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള കൺസെപ്റ്റിൽ ചിന്തിക്കുന്നവർ പോലും ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുകയും ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മറ്റൊരു ലോകം, മറ്റൊരു ജീവിതം സാധ്യമാണ് എന്ന് തന്നെയാണ് മൂഴിക്കുളംശാല എപ്പോഴും വിശ്വസിക്കുന്നത്. ഇതുവരെയുള്ള ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് യാതൊരു പതർച്ചയും ഇടർച്ചയും സംഭവിച്ചിട്ടില്ല. 2003 മാർച്ച് 19 മൂഴിക്കുളംശാല തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴും 22 വർഷം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. എൻ്റെ ജീവിതം തന്നെ മൂഴിക്കുളംശാലയാണത്. മൂഴിക്കുളംശാലയല്ലാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ല. അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ എൻ്റെ ജീവിതമാണ്. അപ്പോൾ എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ പ്രതിരോധിക്കുന്നത്. ഇത് വാക്കും ചിന്തയും പ്രവൃത്തിയും ജീവിതവും ഒക്കെ ഒന്നാക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാനുള്ള വളരെ പണിപ്പെട്ട ഒരു വഴിയിലാണ്. പക്ഷെ പ്രതീക്ഷയുണ്ട്, ഇതിനൊരു സാധ്യതയുണ്ട്. അനദർ വേൾഡ് ഈസ് പോസിബിൾ എന്ന് തന്നെയാണ് എനിക്ക് 100 വട്ടം പറയാനുള്ളത്. കഞ്ഞിപ്പാടത്ത് പങ്കജക്കുറുപ്പ് സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന അയൽക്കൂട്ട പരീക്ഷണം, അതിലൊരു സാമ്പത്തിക ഘടകം കൂടി ഉണ്ടായിരുന്നു. കൈത്താങ്ങുകൾ സൃഷ്ടിച്ചിട്ട് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും വരുമാനം ഒറ്റ വരുമാനമായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ബദൽ പരീക്ഷണങ്ങളുടെ അന്വേഷണങ്ങളായിരുന്നു. ആ നിലയ്ക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രചോദനം അതിൽ നിന്നുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം പരീക്ഷണം ഇവിടെ നടത്തിയിട്ടുണ്ടോ? അല്ല, ഇതിൽ പരീക്ഷണം മൂഴിക്കുളംശാല തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മളെ പ്രചോദിപ്പിച്ച കാര്യങ്ങളാണ്. ഇദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെ തലേദിവസമാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് നേരിട്ട് അദ്ദേഹത്തിന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും അയൽക്കൂട്ട പ്രസ്ഥാനം ഇപ്പോൾ നമ്മളെ വളരെ പ്രചോദിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ KJ ബേബിയുടെ കനവ് നമ്മളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. സാരംഗ് ഗോപാലകൃഷ്ണൻ്റെയും വിജയലക്ഷ്മി ടീച്ചറിൻ്റെയും സാരംഗ് നമ്മളെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആംബ്രോസിൻ്റെയും ഈ ജേക്കബ് വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ സ്വാശ്രയ വൈപ്പിൻ മൂവ്മെൻറ്റ് നമ്മളെ വളരെ പ്രചോദിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ അണ്ണാ ഹസാരയുടെ റാണഗൺ സിദ്ധി എന്ന് പറയുന്ന ആ ഒരു മാതൃകാ ഗ്രാമം എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വാർത്ത, സബർമതി ഇതെല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ ചില അംശങ്ങൾ ഇവിടെ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനം ഗാന്ധിയും അതേപോലെ തന്നെ ബുദ്ധനും വിവേകാനന്ദനും JC കുമരപ്പയും ജയപ്രകാശ് നാരായണനും ഒക്കെ ഇതിൻ്റെ ഒരു വഴി വെളിച്ചമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. മൂഴിക്കുളംശാലയുടെ സഞ്ചാര വഴിയിലൊക്കെ വിനോബാജി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇവരുടെയൊക്കെ ആശയങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇവരുടെ പേര് പറയാതെ അല്ലെങ്കിൽ പറയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ സർവോദയമേള മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ ഇവിടെ മൂഴിക്കുളം പടിപ്പരയുടെ മുമ്പിൽ ഒരു സർവോദയമേള സംഘടിപ്പിക്കുന്നുണ്ട്. ഗാന്ധിയുടെ ദണ്ഡി യാത്ര അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ 24 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അവിടെ ഗാന്ധി ചിത്രങ്ങൾ വച്ചിട്ടുണ്ട്, ഗാന്ധി പുസ്തകങ്ങൾ വച്ചിട്ടുണ്ട്, ഗാന്ധിയുടെ ചർക്ക അവിടെ വച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ യാത്രക്കിടയിൽ സ്വാംശീകരിച്ച ആശയങ്ങളുടെ ചില കാര്യങ്ങളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരമൊരു കേന്ദ്രം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ സ്ഥാപനങ്ങളൊക്കെ. ഇപ്പോൾ മൂഴിക്കുളംശാലയ്ക്ക് ഒരു ബേസ് ഉണ്ട്. ഒരു 2 ഏക്കർ 40 സെൻറ്റിലൊരു ആക്ടിവിറ്റി സെൻ്റർ ഉണ്ട്.
ഒരു കമ്മ്യൂണിറ്റിയുടെ 10-60 ആൾക്കാർ താമസിക്കുന്ന ജനങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പോൾ സാരംഗിനാകട്ടെ, കനവനാകട്ടെ, സ്വാശ്രയ വൈപ്പിനാകട്ടെ, കഞ്ഞിപ്പാടത്താകട്ടെ, ഇങ്ങനെ ഒരു ഇടം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരാജയം, അല്ലെങ്കിൽ അതിൻ്റെ വിജയമോ എന്തോ എനിക്ക് തോന്നുന്നത് അതാണ്. മുഴുക്കുളംശാലയുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമുക്ക് കാണിക്കാനൊരു മാതൃകയുണ്ട്. ഭൂമിക്ക് മേലുള്ളൊരു സിഗ്നേച്ചർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാൻ മരിച്ചാലും ഈ മുഴുക്കുളംശാല കൂടെ ഇങ്ങനെ കിടക്കും.